ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഐഷൂസ് കിച്ചൻ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ ചുക്ക റെസിപ്പിയുമായിട്ടാണ്. അതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു വേണ്ടി കഴുകി ക്ലീൻ ചെയ്ത കോഴി, 2 സവാള, തക്കാളി 2 എണ്ണം, കുറച്ച് കറിവേപ്പില, 1/2 സ്പൂൺ ചിക്കൻ മസാല, ഒരു മാഗി ക്യൂബിൻ്റെ പകുതി, 1/4 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 2 സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, പച്ചമുളക് 2 എണ്ണം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. കട്ട് കട്ടായിട്ട് എടുത്ത് ഇന്നലത്തെ പോലെ എണ്ണം പൊടിയിലാവും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കറിവേപ്പിലയും നന്നായി മൊരിഞ്ഞ് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലയുടെയും നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായി വഴന്നു വരേണ്ട ആവശ്യമില്ല. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് പച്ചമുളകും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഇവയെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ചിക്കനും മസാലയും കൂടി നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് തുറന്ന് നോക്കാം. ഇനി ഇതിലെ വെള്ളം വറ്റുന്നത് വരെ തുറന്നിട്ട് വേവിക്കാം. ഇത് ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കുകയും വേണം. ഈ ടൈം ചിക്കൻ മസാല, മാഗി ക്യൂബ്, ജീരകപ്പൊടി എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം നന്നായി വറ്റി എണ്ണ തെളിയുന്നത് വരെ ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം. വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ എണ്ണയിൽ കിടന്ന് മസാലയും ചിക്കനും നന്നായി വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 പച്ചമുളക് കീറിയത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയ ചിക്കൻ ചുക്ക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്